ഒരു ഉഗ്രൻ കോൾ വന്നിട്ടുണ്ട്. കുറെ കാലമായിട്ട് ഞാൻ കാത്തിരുന്ന കോളാ. സ്വാമിയെ നിന്നേ. അങ്ങനങ്ങ് പോയാലോ? അങ്ങനങ്ങ് പോയാലോ? പെണ്ണുങ്ങൾക്ക് പൂ കൊടുത്തിട്ട് വേണം സംസാരിക്കാൻ, അല്ലാതെ തോളി തട്ടിയല്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാം. എന്തുവാടാ ഇത്? അവക്ക് വേണ്ടിയാണോ നിന്റെ ഈ ഫ്ലവറിങ്? പൂക്കളെയും പെണ്ണുങ്ങളെയും. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ഇത്തിരി ചോർന്നാ ചേച്ചി എന്നും പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ലേഡീസ് ദേവതകളാ. എന്താ എന്റെ ഉദ്ദേശം? നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. മനസ്സിലായല്ലോ അല്ലേ? പിന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഇതെന്താ സുശീലണ്ണ ഇങ്ങനെ? ബോറായോ? ഇല്ല, മനോഹരമായി. കുറച്ച് ഓവറായോ എന്നൊരു ഡൗട്ട്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ആര്? ഞാൻ. എന്റെ ആഗ്രഹങ്ങളൊന്നും ഈ ജന്മം നടക്കാൻ പോണില്ല. ഞാൻ ഇവിടുന്ന് ചാടി ചാവും. നിന്റെ അമ്മയെ കെട്ടിക്കാൻ. എടാ, എന്റെ മുസ്ലിം പെണ്ണ് നിനക്ക് ഇത് മനസ്സിലാവും. നീ പോടാ. ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ, ഇത് യാതില്ല. അതിന്റെ അടുത്തൊരു തീരുമാനമായി. എന്റെ ആറ്റുകാൽ ഭാസ്കര, അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. അതേടാ, ഞാൻ മഞ്ജുന്റെ പെണ്ണാ. ഇത്രയും തന്റെയുള്ള സ്ത്രീകൾ ലോകത്തുണ്ടോ വക്കീലെ? അവർ ഈ രംഗത്ത് ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഇന്നത്തെ പല ഉർവശിമാര് എന്നേ ഔട്ടായേനെ. അവളുടെ ഒരു നോട്ടം. നീ പോടാ എഴുന്നേറ്റ്. ഇങ്ങനെയാണെങ്കിൽ നീ ശരിയാവില്ല. നീ ആദ്യമേ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അടിക്കുന്ന ഇക്കാര്യം നമ്മൾ വന്നപ്പോഴേ നിനക്ക് പറയാറുന്നില്ലേ? ഒരു കംബാക്കിന് പറ്റിയ അവസാന അവസരം എന്തേലൊക്കെ പോയി ചെയ്യും. എന്തോ നടിയത്? കൊള്ളാം, സൂപ്പർ, നല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. தம்பி கீழே இறங்கு. என்ன? எதுக்காக? ஏன் இப்படி செஞ்ச? എങ്ങോട്ടേക്കാണാവൂ? സോറി, വന്ന വഴി മറന്നുപോയി. ഇതെന്തൊരു പാട്. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ കയ്യിൽ 2 എണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എനിക്ക് തല ഇറങ്ങണേ. ഒരു 6-6.5 അടി ആഴത്തിൽ നമുക്ക് ഒരു കുഴി എടുക്കണം. നിന്നെ ഞാനിന്ന് കൊല്ലോടാ, കുരുത്തം കെട്ടവന്. അപ്പൊ നീ എനിക്ക് പുല്ല് വിലയല്ലൂടെ തരുന്നത്? പുല്ല് വില. നിനക്ക് പ്രാന്താളെ വേടാ പന്നി. എനിക്കിനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു.
ഞാൻ അവനെ കണ്ടിടൂ, എന്റെ കാലനെ. നിനക്ക് ഞാൻ കാണിച്ചു തരാം. അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. അയ്യോ നാട്ടുകാരെ ഓടി വരണേ, രക്ഷിക്കലേ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. മതി, നിർത്ത്. കൊറേ നേരമായല്ലോ ഒരുമാതിരി ലോജിക്കില്ലാത്ത മണ്ടൻ കഥ. മതി, നിർത്ത്. ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.